ഹായ് ഓൾ. ഇത് നമ്മുടെ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്ററിലെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസേഴ്സാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 45ൻ്റെ സ്ക്വയറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ 45ൻ്റെ സ്ക്വയർ ചോദിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്തുള്ളത് മാത്രം നമ്മളോട് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ 45നെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, 40 + 5 എന്ന് എഴുതും അല്ലേ. ഇവിടെ സ്ക്വയറാണ്, 40 + 5 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് 40യുടെ സ്ക്വയർ കാണുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5ൻ്റെ സ്ക്വയർ കാണുന്നു, പ്ലസ് 40 × 5 × 2. ഇതാണ് നമ്മുടെ മെത്തേഡ് അല്ലേ. അപ്പോൾ ഇനി ഈ മെത്തേഡിൽ നമുക്കിവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന എവിടെയാണ്, ഈ ഒരു ഭാഗമാണ്. ബാക്കി ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതേണ്ടത് 40 സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അവിടെ നിങ്ങൾ 40 സ്ക്വയർ എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2.7 ആണ്. ഈ 2.7നെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 2 + 0.7 എന്നാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ 2ന് സ്ക്വയർ കാണും, പ്ലസ് 0.7ന് നമ്മളിതുപോലെ സ്ക്വയർ കാണുന്നു, പ്ലസ് 2 × 2 × 0.7 അല്ലെങ്കിൽ 0.7 × 2 × 2 അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഭാഗമാണ് ഫില്ല് ചെയ്യാനുള്ളത്, ഈ 0.7 ഹോൾ സ്ക്വയർ എന്ന ഭാഗമാണ് അല്ലേ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ചെയ്യാനുള്ളത് ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ 2 സ്ക്വയർ എന്ന് തരും, ഇതിവിടെ ആയിരിക്കും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള പോലെ പ്ലസ് അടുത്ത ഭാഗം എന്താണ്, 0.7 ആണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിയാലും ആൻസർ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. പ്ലസ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യേണ്ട, നമുക്ക് ഏത് സ്ഥലത്താണ് നോക്കേണ്ടത്, നിങ്ങൾ ഇതിൽ എന്തൊക്കെയുണ്ട് അത് നിങ്ങൾ ഇതുപോലെ പുറത്ത് എഴുതി നോക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഏതാണ് ബ്ലാങ്ക് ആയത് എന്ന് നോക്കിയിട്ട് അവിടെ എഴുതിയാൽ മതി. അടുത്തത് 32 ആണ്. ഇതിന് നമുക്കറിയാം 30 + 2 എന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി 30 സ്ക്വയർ പ്ലസ് 30 × 2 × 2 + 2 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ലായിട്ടുള്ളത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ഈ ഒരു സ്റ്റെപ്പല്ല, അടുത്ത സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3യുടെ സ്ക്വയർ 9 ആണ്. ഇവിടെ ഒരു 0 ആണ് എന്നതുകൊണ്ട് നമുക്കിവിടെ ആൻസറിൽ 2 0 ഉണ്ടാകും. പ്ലസ് 30 × 2 × 6 30 × 2 എന്ന് പറയുമ്പോൾ എന്താണ് 60 ആണ്. 60 × 2 എന്ന് പറയുമ്പോൾ 120 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പാണ് അവിടെ ഉള്ളത് അല്ലേ. 900 ഉണ്ട്, അതേപോലെ 4 അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ നിങ്ങളുടെ 120 എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക, ചൂസ് കറക്റ്റ് ആൻസർ എന്നാണ്. ഒരു പൂർണ്ണവർഗ്ഗം, അതായത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 1 2 3 4 5 6 അങ്ങനെ പോകുന്ന സംഖ്യകളുടെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. 1ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 1, 2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 4, 3യുടെ സ്ക്വയർ ആയിട്ടുള്ള 9, 4ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 16, 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ഒക്കെ ഇങ്ങനെ പോകുന്ന സംഖ്യകളൊക്കെ എന്താണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ. 1 4 9 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സംഖ്യകൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് പൂർണ്ണസംഖ്യ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എന്താണ് പൂർണ്ണസംഖ്യ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്കിതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓരോ സംഖ്യകളും എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഏതാണ് വരുന്നത്, 1000 ആണ് അല്ലേ, അതായത് 1000 ആണ്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു 0 ഉള്ള സംഖ്യ, ഒരു 0യിൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത് 2 0 ആയിരിക്കും. അപ്പോൾ അത് 100 ഒക്കെയാണ് വരിക അല്ലേ. 2 0 എന്ന് പറയുമ്പോൾ 100 വരും. ഇനി ഇവിടെ 3 zeros ഉണ്ട്. അപ്പോൾ അത് എന്തിന് ചാൻസ് ഇല്ല, അതൊരു സംഖ്യയുടെ സ്ക്വയർ ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൺഫേം ചെയ്യാം എന്ത്, ഇത് തെറ്റാണ്, അതല്ല ഒരു പൂർണ്ണസംഖ്യ. ഇനി 125 എന്നാണ് പറയുന്നത്. അപ്പോൾ 125 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ്ഗമാണോ, അല്ല അല്ലേ. 25 പൂർണ്ണവർഗ്ഗമാണ്, പക്ഷേ 125 ഒരു പൂർണ്ണവർഗ്ഗമല്ല. 90 നോക്കിയാൽ 9 ആയിരുന്നെങ്കിൽ പൂർണ്ണവർഗ്ഗമായിരുന്നു അല്ലേ. 90 എന്ന് പറയുമ്പോൾ ഒരു 0യിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ആവുന്നില്ല, ഒരു പൂർണ്ണവർഗ്ഗമാകുന്നില്ല. അപ്പോൾ ഇതും തെറ്റാണ്, നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്കറിയാം 7ൻ്റെ സ്ക്വയർ, 7ൻ്റെ വർഗ്ഗമാണ് എന്ത്, 49 എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെയുള്ള പ്രസ്താവനകൾ വായിക്കുക. ഒറ്റ അക്കമുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ്ഗം ഇല്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഈ ഒറ്റ അക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുമ്പോൾ 2 അക്കമായി അല്ലേ. 1 ഡിജിറ്റ് നമ്പേഴ്സ് ആട്ടോ പറയുന്നത്, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിലെന്താണ്, ഇതിൽ പൂർണ്ണവർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 1 ഒരു പൂർണ്ണവർഗ്ഗമാണ്, 4 പൂർണ്ണവർഗ്ഗമാണ്, 9 പൂർണ്ണവർഗ്ഗമാണ്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. ഇതിൽ പൂർണ്ണവർഗ്ഗമായിട്ടുള്ള സംഖ്യകളുണ്ട്. അപ്പോൾ ഒറ്റ സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ്, അത് ഒരു ഒറ്റ അക്കമുള്ള സംഖ്യയാണ്, സിംഗിൾ ഡിജിറ്റ് ആണ് എന്ന് കരുതിയിട്ട് അത് പൂർണ്ണവർഗ്ഗമല്ലാതാവുന്നില്ല. അതിൽ പൂർണ്ണവർഗ്ഗങ്ങളുണ്ട് അല്ലേ. 3 സംഖ്യകൾ പൂർണ്ണവർഗ്ഗമാണെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് തെറ്റാണ്. ഒരു ഒറ്റ സംഖ്യയുടെ വർഗ്ഗം ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അതായത് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കാം, 1 ഒറ്റ സംഖ്യയാണ്, അതിൻ്റെ വർഗ്ഗം 1 ആണ്. ഇനി 3 ഒറ്റ സംഖ്യയാണ്, ഒറ്റ സംഖ്യ മീൻസ് ഓഡ് നമ്പർ കേട്ടോ. 3 ഓഡ് നമ്പറാണ്. അപ്പോൾ 3ൻ്റെ വർഗ്ഗം എന്താണ്, 9 ആണ്. ഈ 9 എന്താണ്, ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ് അല്ലേ. ഇനി അടുത്തത് 5 ആണ്. 5ൻ്റെ വർഗ്ഗം 25 ആണ്. 25 5 എന്താണ്, ഒറ്റ സംഖ്യയാണ് അല്ലേ.
അല്ലേ? അതായത് ഓഡ് നമ്പറാണ്. ഇനി നമ്മൾ ഇതുപോലെ ഏത് നമ്പർ എടുത്താലും ഇപ്പോൾ 9 ഒറ്റ സംഖ്യയാണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 എന്താണ്? അതായത് ഇതും ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഒരു ഒറ്റ സംഖ്യയുടെ അതായത് ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. ഇനി 7ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗം അവസാനിക്കുന്നത് 4 എന്ന സംഖ്യയിലായിരിക്കും എന്നാണല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 7ൽ അവസാനിക്കുക, ഏതൊരു സംഖ്യയിൽ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ വർഗ്ഗത്തിൽ അവസാനിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം. ഈ 7ൻ്റെ വർഗ്ഗം എത്രയാണ്? 9, 49 അല്ലേ? അപ്പോൾ ഈ 9 എന്ന സംഖ്യയിലായിരിക്കും. അതായത് 1ലാണ് അവസാനിക്കുന്ന സംഖ്യ. അപ്പോൾ 11 ആണെങ്കിൽ ആ 11ൻ്റെ വർഗ്ഗം അവസാനിക്കുന്നത് 1 എന്ന സംഖ്യയിലായിരിക്കും. അപ്പോൾ 2ലാണ് അവസാനിക്കുന്നതെന്ന് വിചാരിക്കുക, ആ സംഖ്യ അവസാനിക്കുന്നത് 4ലായിരിക്കും. കാരണം 2ൻ്റെ വർഗ്ഗം 4ആണ്. ഇനി 3ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിലോ അതിൻ്റെ വർഗ്ഗം അവസാനിക്കുന്നത് 9ലായിരിക്കും. അപ്പോൾ നമുക്ക് 7ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ 7ൻ്റെ വർഗ്ഗം 49 അല്ലേ? അപ്പോൾ ആ സംഖ്യ അവസാനിക്കുന്നത് ആ വർഗ്ഗം അവസാനിക്കുന്നത് 9ലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ 4ലല്ല, അതും തെറ്റാണ്. അപ്പോൾ നമുക്ക് ബി മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കിട്ടിയത്. ഇനി 1 കൊണ്ട് അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗം അവസാനിക്കുന്നത് 1ൽ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 1ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ വർഗ്ഗം 1ൽ തന്നെയായിരിക്കും. അതിന് കാരണം എന്താണ്? ഈ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗം എത്രയാണോ അവസാനിക്കുന്നത് 1 എന്ന് പറയുമ്പോൾ തന്നെ 1ൻ്റെ വർഗ്ഗം 1ആണ്. അപ്പോൾ അത് എൻഡ് ചെയ്യുന്നത് 1 തന്നെയായിരിക്കും. ഓക്കെ, ഇനി 2ൽ അവസാനിക്കുക. 12 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 144 നമ്മൾ എഴുതാറുണ്ടല്ലോ. അപ്പോൾ എന്താണ്? 2ൻ്റെ വർഗ്ഗം എന്താണ്? 4ആണ്. അപ്പോൾ അതിലായിരിക്കും അവസാനിക്കുക. അതേപോലെ 5ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5ൻ്റെ വർഗ്ഗം 25ആണ്. അപ്പോൾ 25ലാണ് ആ സംഖ്യ അവസാനിക്കുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഏതൊക്കെയാണ്? ബിയും ശരിയാണെന്ന് കണ്ടു, അതേപോലെ തന്നെ ഡിയും ശരിയാണെന്ന് കണ്ടു. ഇനി നമുക്കിവിടെ പ്രസ്താവനകൾ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. എയും ബിയും ശരിയാണെന്നാണ് പറയുന്നത്. അല്ല, നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് വെച്ചിട്ട് ബിയും ഡിയും ആണല്ലേ. ഓക്കെ, ഇത് മലയാളം മീഡിയത്തിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എന്ന് ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് മാറിപ്പോയതാണെന്ന്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് 4ആണ് കേട്ടോ. ഓക്കെ, ഇനി താഴെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കാണുക എന്നതാണ് അടുത്തത്. വർഗ്ഗം കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഏത് മെത്തേഡും ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററും കൂടി ഇങ്ങനത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഇതുപോലുള്ളൊരു ചാപ്റ്റർ. അപ്പോൾ മിക്കവാറും നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്വയർ മെത്തേഡ് ആണെങ്കിലും അതായത് ചതുരഗുണനമാണെങ്കിലും ഞാൻ മാർക്ക് തരുന്നുണ്ട്. 1.6 ആദ്യത്തെ സംഖ്യ. 1.6ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 + 0.6 എന്ന് എഴുതുന്നു, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 1² + 2 × 1 × 0.6. ഇതിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് എഴുതാം കേട്ടോ. 0.6 × 2 × 1 എന്നൊക്കെ എഴുതാം. പ്ലസ് 0.6ൻ്റെ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ വർഗ്ഗം 1 ആണ്. പ്ലസ് 2 × 1 എന്ന് പറഞ്ഞാൽ 2 × 0.6. 2 × 0.6 എന്ന് നമ്മൾ എഴുതുമ്പോൾ 6 × 2 ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. ഇവിടെ പോയിൻറ്റ് 2ലും എന്താണ് പോയിൻറ്റ് നോക്കുമ്പോൾ ഇവിടെ പോയിൻറ്റുകളൊന്നുമില്ല. ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യയാണുള്ളത്. സോ നമ്മൾ 1.2 എന്നാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.2 എന്ന് കിട്ടും. 1 + 1.2 പ്ലസ് ഇനി 0.6ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ 6ൻ്റെ വർഗ്ഗം കാണുമ്പോൾ 6 × 6 36 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0.6 × 0.6 എന്ന് പറയുമ്പോൾ 2 സംഖ്യകൾ മാറ്റാം. അപ്പോൾ ഇവിടെ 1, 2 ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കാം. 0.36 എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 0.36 എന്ന് കൊടുക്കാം. ഇനി നമുക്കിതിനെല്ലാം കൂടെ ആഡ് ചെയ്യണം. അതായത് 1ന് പോയിൻറ്റുകളില്ലല്ലോ, അപ്പോൾ നമുക്ക് 1ന് പോയിൻറ്റ് കൊടുക്കും. 1.00, 1.2, 0.36 ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിത് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. 1.00 ഞാനത് എഴുതിയിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 6, 5, 2. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് 2.56 എന്നായിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ അല്ലേ. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 43 ആണ്. സോ 43ൻ്റെ വർഗ്ഗം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 40 + 3 എന്ന് എഴുതുന്നു. ഇനി 40ൻ്റെ വർഗ്ഗമാണ് ആദ്യം കാണുന്നത്. 40² + 40 × 3 × 2 പ്ലസ് 3ൻ്റെ വർഗ്ഗം. 40ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 4ൻ്റെ വർഗ്ഗം 16 ആണ്. പിന്നെ 0 1 ആയതുകൊണ്ട് ഇവിടെ 2 0 ഇട്ട് കൊടുക്കണം. 4 × 3 എന്ന് പറയുമ്പോൾ 12 അല്ല 120 ആണ്. 4 × 12 എന്ന് പറയുമ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 40 × 3 120 ആവും. 120 × 2 എന്ന് പറയുമ്പോൾ 240 എന്ന് വരും. സോ 240 പ്ലസ് 3ൻ്റെ വർഗ്ഗം 9. ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 1849 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് കാണിക്കണ്ടല്ലോ, ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 5.5 ആണ്. ഈ 5.5ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 + 0.5 എന്നാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് 5ൻ്റെ സ്ക്വയർ പ്ലസ് 0.5ൻ്റെ സ്ക്വയർ പ്ലസ് 5 × 2 × 0.5 എന്ന് കൊടുക്കും. ഇനി 5ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 25 പ്ലസ് 0.5ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എന്താണ്, 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 ആണ് അല്ലേ. അപ്പോൾ 0.5 × 0.5 എന്ന് പറയുമ്പോൾ എന്ത് വരും, 0.25 എന്ന് വരും.
പ്ലസ് 5 × 2 10 10 × 5 50 ഇവിടെ പോയിൻ്റ് ഉള്ളത് കൊണ്ട് 5.0 എന്ന് വരും. 5.0 അതായത് 5 എന്ന് തന്നെ കേട്ടോ. പോയിൻറ്റിന് ശേഷം 0 മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 30.25 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ നമ്മളോട് എയും ബിയും കണ്ടെത്താനുണ്ടല്ലേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്താണ്? റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ചതുര ഗുണനമാണ് അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ എയും ബിയും കണ്ടെത്തുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ എയുടെയും ബിയുടെയും ഭാഗത്തുള്ളത് തന്നെയായിരിക്കും നമുക്ക് ഈ രണ്ട് സൈഡിലും കാണുന്നത് അല്ലേ. അതായത് ഈ രണ്ട് സംഖ്യകളും തമ്മിൽ ഗുണിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അതായത് രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു സംഖ്യയുടെ വർഗ്ഗമാണ് ഇത് അല്ലേ. അപ്പോൾ ആ സംഖ്യ ഏതാണ് നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 81 എന്ന് പറയുന്നത് 9ൻ്റെ വർഗ്ഗമല്ലേ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ 9 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഈ 2 പൂജ്യത്തിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 0 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സംഖ്യ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഈ ബിയുടെ സ്ഥാനത്തുള്ള സംഖ്യയും ഈ ഭാഗത്തുള്ള സംഖ്യയും ഒന്നായിരിക്കും. അത് രണ്ടും കൂടെ ഗുണിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ആ രണ്ട് സംഖ്യയും ഒന്നായിരിക്കും. അതായത് ഏതോ ഒരു സംഖ്യയുടെ വർഗ്ഗമാണ് ഈ 25 എന്ന് പറയുന്നത്. അത് ഏത് സംഖ്യയുടെ വർഗ്ഗമാണ്? 25 എന്ന് പറയുന്നത് 5ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ ഇവിടെയും 5 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും, ഇവിടെ 90 ആയിരിക്കും കേട്ടോ. ഇത്രയും നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലേ. അപ്പോൾ 90, 5 എയും ബിയും നമുക്ക് കിട്ടി. ഇനി ഈ 90 ഈ സംഖ്യ ഈ ഒരു കോളം എന്ന് പറയുന്നത് എന്താണ്? ആ ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള സംഖ്യയുടെയും സൈഡിലുള്ള സംഖ്യയുടെയും ഗുണനഫലമാണ് അല്ലേ. അതായത് 90 × 5 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനെയായിരിക്കും ഇവിടെയും വരുന്നത്. നമ്മൾക്കറിയാം 90 × 5 ആണെന്ന്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സംഖ്യകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ 90 × 5 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എത്രയാണെന്നും കൂടെ പറയണം കേട്ടോ. 90 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 450 എന്നാണ് വരിക. ഇനി നമ്മളോട് ചോദിക്കുന്നത് വാട്ട് നമ്പർ ഈസ് ബീയിങ് കാൽക്കുലേറ്റഡ്. ഇവിടെ നമ്മൾ ഏത് സംഖ്യയാണ് ഈ കണക്കാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ 90, 5 എന്ന് പറയുമ്പോൾ 90 + 5 95 എന്ന സംഖ്യയാണെന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ 95 എന്ന സംഖ്യയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ എഴുതണം. അതിനുശേഷം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ വർഗ്ഗം എത്രയാണെന്നാണ്. അതായത് ഇതെല്ലാം കൂടെ നമ്മളങ്ങ് കൂട്ടണം. 8100 + 450 + 450 പിന്നെ 25 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 5 2 പിന്നെ 0 9 9025 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, യൂണിറ്റ് ടെസ്റ്റിലുണ്ടായിരുന്നത്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.